വേണ്ട ഏട്ടാ വേണ്ട, വിട്ടേര് 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 വിട്ടേര്. വേണ്ട ഏട്ടാ വേണ്ട. എപ്പടി എവിടാ അവൻ? അവൻ രക്ഷപ്പെട്ടു പോയി. പോയി പിടിക്കണവനെ. ഓടാ. വിടിയവനെ.
എടുക്കടാ, ഫോൺ എടുക്ക്. ഗോച്ചാടാ. അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ. ഗോച്ചാന്ന് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നേ. പേര് ദർശന. എല്ലാം പെൺകുട്ടികളാണല്ലോ ഇവിടെ. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. കുട്ടിയേതാ? ചേച്ചി, നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതിനെന്താമ്മേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാമെല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ. ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞ് കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? ആ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഏയ്, ഞാൻ ഇവിടെ ഉണ്ട്. വാ, മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല, നിന്നെ കാണാൻ കൂടിയാ വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. എടാ, ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പുറപ്പെടാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെപ്പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നു തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ലടാ ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ മുതലാളി വേണ്ട മുതലാളി. നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്ന് പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. ഏയ് ഏയ് നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവാ. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. വേണ്ട വേണ്ട. അയ്യോ. നീ ഭസ്മമായി പോകൂടാ. നീ നശിച്ചു പോകൂടാ. ഓടി വേണ്ടെന്ന് പറ കോച്ച. അങ്ങോട്ട് ഇങ്ങോട്ട്. വേണ്ട. ഏറി. അയ്യോ, വേണ്ട വേണ്ട കോച്ച. ഒന്ന് വേഗം വാ, ഒന്ന് വാടാ, വേഗം വാ. ചാട്, ചാടിക്കോ, വേണുവിനെ ചാടിക്കോ. രക്ഷിക്കാം, വേണുവിനെ രക്ഷിക്കാം നമുക്ക്. വാടാ, നോക്ക്, വാ. എന്താ ഇത്? കാശ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്താ ഇവിടെ? ഒരുത്തൻ കുറെ ഗുണ്ടകള് എന്തു പറ്റി? ലിഫ്റ്റിൽ കുടുങ്ങിയടാ. നിന്റെ അച്ഛനൊന്നും പോയിട്ടില്ല. എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ.